ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അങ്ങനെ ചന്ദ്രിക സിദ്ധാർത്ഥിൻ്റെ ക്യാബിനിൽ വന്നിട്ട് കുറച്ച് ഫയലുകളൊക്കെ ഉള്ളത് എടുത്തിട്ട് പുറത്തേക്ക് വരികയാണ്. ആ സമയത്ത് വാതിൽ തുറന്നപ്പോൾ ചന്ദ്രികയുടെ കൈ തട്ടിയിട്ട ഫയലുകളൊക്കെ നിലത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് മനീഷ് അതുവഴി വന്നിട്ടുണ്ടായിരുന്നത്. മനീഷ് അത് കണ്ടപ്പോൾ തന്നെ വേഗം വന്ന് ചന്ദ്രികയെ ഹെൽപ്പ് ചെയ്യുകയാണ്. മനീഷ് ആരാണെന്ന് പോലും ചന്ദ്രിക ആ സമയത്ത് ശരിക്കും അറിയില്ലായിരുന്നു. അങ്ങനെ മനീഷും അവൾക്ക് ആ ഫയലുകളൊക്കെ എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തതിന് ശേഷം അവൾക്ക് തിരിച്ചു കൊടുക്കുകയാണ്. ഇതാ മാഡം എന്ന് പറഞ്ഞിട്ടാണ് മനീഷ് കൊടുക്കുന്നത്. അത് വാങ്ങിച്ചപ്പോൾ നന്ദിയോടെ ചന്ദ്രികയും പറയുന്നുണ്ട്, താങ്ക്സ് സർ. അതൊന്നും കുഴപ്പമില്ല മാഡം, മനീഷ് പറയാണ്. അപ്പോൾ ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, സർ ഇവിടെ പുതിയതായിട്ട് ജോലിക്ക് ചേർന്നതാണല്ലേ? ആശംസകൾ സർ. ചന്ദ്രിക അവനെ അഭിനന്ദിക്കുകയാണ്. അവൻ അതിന് നന്ദി പറയുന്നുണ്ട്. അതിനുശേഷം ചോദിക്കുന്നുണ്ട്, മാഡം സിദ്ധാർത്ഥ് സാറിൻ്റെ വീട്ടിലാണല്ലേ താമസിക്കുന്നത്? അപ്പോൾ ചന്ദ്രിക പറയാണ്, അതെ സർ, ഞാൻ അവിടെയാണ് ആദ്യം ജോലിക്ക് ചേർന്നത്. ഇപ്പോൾ എനിക്കിവിടെ കമ്പനിയിൽ ജോലി തന്നു സർ. അത് കേട്ട് മനീഷ് പറയുന്നുണ്ട്, മാഡം ഒരുപാട് ടാലൻറ്റഡ് ആണെന്ന് സിദ്ധാർത്ഥ് സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഏയ് അങ്ങനെയൊന്നുമില്ല സർ, സിദ്ധാർത്ഥ് സാറും മേഘ മാഡമാണ് എനിക്ക് ഈ ജോലി ചെയ്യാനുള്ള അവസരം തന്നത്. അവരെ എന്നിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം അവസാനം വരെ കാത്തു സൂക്ഷിക്കണമെന്നുണ്ട് എനിക്ക്. അതിനുശേഷം മനീഷിനോട് യാത്ര പറഞ്ഞ് ചന്ദ്രിക അവളുടെ ക്യാബിനിലേക്ക് പോവുകയാണ്. ആ സമയത്ത് മനീഷ് അവളോട് പറയുന്നുണ്ട്, ഒരു മിനിറ്റ്. എന്താ സർ? ചന്ദ്രിക തിരിഞ്ഞു നോക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത് കൊണ്ട് തെറ്റിദ്ധരിക്കരുത്, മനീഷ് അവളോട് പറയുന്നുണ്ട്. എന്താണ് അവൻ ചോദിക്കാൻ പോകുന്നതെന്ന് ആകാംക്ഷയോടുകൂടി ചന്ദ്രിക നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് മനീഷ് ചോദിക്കുന്നുണ്ട്, മേഘ മേഡത്തിൻ്റെ ഹസ്ബൻഡ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ പേരറിയാൻ വഴിയുണ്ടോ? മനീഷ് അവളോട് ചോദിച്ച സമയത്ത് ചന്ദ്രിക ഒന്ന് ആലോചിക്കുകയാണ്. അവളിങ്ങനെ സ്വയം ചിന്തിക്കുന്നുണ്ട്, മേഘ മേഡത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ പേരോ? ചന്ദ്രിക ഇതിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് മേഘ അതുവഴി പാസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. അവളുടെ ക്യാബിനിൽ മുന്നിലായിട്ടാണ് മനീഷും ചന്ദ്രികയും നിൽക്കുന്നത്. ആ സമയത്ത് രണ്ടുപേരെ ഒന്നിച്ചു കണ്ടപ്പോൾ തന്നെ മേഘ ആകെ ഞെട്ടി നിൽക്കുകയാണ്. ചന്ദ്രികയുടെ ആ ഒരു നിൽപ്പ് കണ്ടപ്പോൾ തന്നെ അവൾ എന്തോ ആലോചിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മറന്നൊരു കാര്യം ആലോചിക്കുകയാണെന്ന് മേഘയ്ക്ക് മനസ്സിലായി. മനീഷാണെങ്കിൽ ആകാംക്ഷയോടുകൂടി ചന്ദ്രികയുടെ മുഖത്തേക്ക് തന്നെ നോക്കുന്നുണ്ട്. ആ സമയത്ത് മേഘയാണെങ്കിൽ ഞെട്ടിത്തരിച്ചിട്ടാണ് നിൽക്കുന്നത്, എന്തായിരിക്കും ചന്ദ്രിക പറയാൻ പോകുന്നതെന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് തന്നെ വെപ്രാളത്തോടുകൂടി അവർക്കിടയിലേക്ക് മേഘ പോവുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ചന്ദ്രികയെ. ആ പറയണം മേഘ. ചന്ദ്രിക പറയാണ്. ചന്ദ്രിക എന്താ ഇവിടെ നിൽക്കുന്നത്? അപ്പോൾ ചന്ദ്രിക മനീഷിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് മേഘ കുറച്ച് ഷൗട്ട് ചെയ്യുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. നിനക്ക് നിൻ്റെ സീറ്റിൽ പോയി ഇരുന്ന് വർക്ക് ചെയ്തൂടെ? ശരി മേഘ. ചന്ദ്രിക മനീഷിനെ നോക്കിക്കൊണ്ട് അവിടുന്ന് പോവുകയാണ്. അതിനുശേഷം മനീഷിനോട് തൻ്റെ ക്യാബിനിലേക്ക് വരാൻ പറഞ്ഞിട്ട് മേഘ കുറച്ച് ദേഷ്യത്തോടെയാണ് അവനോട് സംസാരിക്കുന്നത്. ചന്ദ്രികയോട് നീ എന്താ ചോദിച്ചത്? മേഘ നല്ല ദേഷ്യത്തിലായിരുന്നു. അപ്പോൾ മനീഷ് പറയുന്നുണ്ട്, ഞാനൊന്നും ചോദിച്ചില്ല, വെറുതെ സംസാരിക്കുകയായിരുന്നു. അത് കേട്ട് മേഘയ്ക്ക് ആ ഉത്തരം അത്ര ദഹിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ പറയുന്നുണ്ട്, ദേ നോക്ക്, ചന്ദ്രികയോട് എന്നെക്കുറിച്ച് ഒരു ഡീറ്റെയിൽസും നീ ചോദിക്കാൻ പാടില്ല. അതിന് മനീഷ് മറുപടി ഒന്നും പറയാതെ നിൽക്കുകയാണ്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, ദേ നോക്ക്, ചന്ദ്രികയോടൊന്നല്ല, ഈ ഓഫീസിലെ മറ്റാരോടും എന്നെ പറ്റിയോ എൻ്റെ ഫാമിലിയെ പറ്റിയോ ഒന്നും നീ ചോദിക്കാൻ പാടില്ല. ശരി മേഘ. ഞാനെന്തിനാ വേറെ ആൾക്കാരോട് ചോദിക്കുന്നത്? എന്തു തന്നെ ആയാലും അത് മേഘയോട് തന്നെ ചോദിച്ചാൽ മതിയല്ലോ, മനീഷ് മറുപടി പറയുന്നുണ്ട്. ശരി, നിനക്ക് പോവാം, മേഘ അവനോട് പറയാണ്. ആ സമയത്ത് മനീഷ് തിരിച്ചവിടുന്ന് നടക്കുകയാണ്. തിരിഞ്ഞതിന് ശേഷം വീണ്ടും അവൻ ഒന്നുകൂടെ തിരിഞ്ഞ് മേഘയെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഈ ഡ്രസ്സിൽ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അത് കേട്ട സമയത്ത് മേഘ ഒന്നും പറയാതെ തലതാഴ്ത്തി നിൽക്കുകയാണ്. അപ്പോൾ മനീഷ് പറയുന്നുണ്ട്, നിനക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ സ്നേഹിക്കുന്ന കാലത്ത് ഈ കളറിലുള്ള ഡ്രസ്സാണ് ഞാൻ നിനക്ക് കൂടുതലും വാങ്ങി തന്നിട്ടുള്ളത്. അപ്പോൾ മേഘ കുറച്ചൊരു ദേഷ്യത്തോടെ സംസാരിക്കുകയാണ്. പ്ലീസ് മനീഷ്, പഴയതൊന്നും എന്നെ ഓർമ്മിപ്പിക്കരുത്. ഞാനതൊക്കെ മറക്കണമെന്ന് വിചാരിക്കുക. മര്യാദയ്ക്ക് പോയി ജോലി നോക്ക്. അത് കേട്ടപ്പോൾ മനീഷിൻ്റെ മുഖം ഡെസ്പായിട്ടുണ്ടെങ്കിലും അവൻ അവളോട് സോറി പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ്. മനീഷ് ക്യാബിനിൽ നിന്ന് ഇറങ്ങിപ്പോയെങ്കിലും മേഘ വല്ലാത്ത ടെൻസ്ഡായിട്ടിരിക്കുകയാണ്. കാരണം മനീഷ് തൻ്റെ സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നുള്ളത് മേഘയെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ചന്ദ്രിക വീടൊക്കെ തുടച്ച് വൃത്തിയാക്കുകയാണ്. ആ സമയത്ത് മേഘയാണെങ്കിൽ അവിടെ ഒരു ഊഞ്ഞാലിരുന്നിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവളതിൻ്റെ ആ ഒരു ത്രില്ലിൽ ഇങ്ങനെ ഗെയിം കളിക്കുന്ന ത്രില്ലിലാണുള്ളത്. ചന്ദ്രികയാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ അവളുടെ ജോലിയിൽ മുഴുകിക്കൊണ്ട് നിലമൊക്കെ തുടക്കുകയാണ്. ആ സമയത്താണ് മഹേന്ദ്രൻ അങ്ങോട്ടേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നത്. മഹേന്ദ്ര ഫസ്റ്റ് തന്നെ കാണുന്നത് ചന്ദ്രിക അവിടേക്ക് നിലമൊക്കെ തുടക്കുന്നതാണ്. അയാൾ കുറച്ചു നേരം വാത്സല്യത്തോടെ മകളെ നോക്കി നിന്ന്. പെട്ടെന്നാണ് അയാളുടെ കണ്ണിൽ തൊട്ടിപ്പുറത്ത് തന്നെ ഇരുന്നിട്ട് മേഘ ഗെയിം കളിക്കുന്നത് കാണുന്നത്. കുറച്ചു നേരം രണ്ടുപേരെയും മാറി മാറി നോക്കിയതിന് ശേഷം അയാൾ മേഘയുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോഴേക്കും ചന്ദ്രിക തുടക്കാനുള്ള വെള്ളവും ബക്കറ്റൊക്കെ ആയിട്ട് നീങ്ങി അടുക്കളയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മേഘയുടെ അടുത്തെത്തിയിട്ട് മഹേന്ദ്ര നോക്കുകയാണ് മേഘ എന്താ ഫോണിൽ ചെയ്യുന്നതെന്ന്. അപ്പോൾ അവൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ ഗെയിമിൻ്റെ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ മഹേന്ദ്ര ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അയാളിങ്ങനെ ചെവിയൊക്കെ അടച്ചു പിടിക്കുകയാണ്. അതിനുശേഷം മേഘ അയാൾ തൊട്ട സമയത്ത് മേഘ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ആ അച്ഛാ. അപ്പോൾ മഹേന്ദ്ര ദേഷ്യത്തോടെയാണ് അവളോട് സംസാരിക്കുന്നത്. നീ ഇവിടെ ഗെയിം കളിച്ചിരിക്കുകയാണോ? അതെ അച്ഛാ, മേഘ പറയാണ്.
അപ്പോൾ മഹേന്ദ്രൻ കുറച്ച് ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. ഗെയിം കളിക്കാനുള്ള നേരാണോ ഇത്? അപ്പോൾ മേഘ പറയുന്നുണ്ട്, ഞാനിപ്പോൾ കുറച്ച് ഫ്രീ ആണ്, അതുകൊണ്ടാണ് ഗെയിം കളിച്ചത്. അപ്പോഴേക്കും മഹേന്ദ്രൻ പൊട്ടിത്തെറിക്കുന്നത് പോലെയാണ് മേഘയോട് സംസാരിക്കുന്നത്. നമ്മളെ ബിസിയാക്കി വെക്കുന്നതും ഫ്രീ ആക്കി വെക്കുന്നതും നമ്മുടെ കഴിവ് പോലെയാ. അല്ല, ഓഫീസിൽ ഒരുപാട് വർക്കുണ്ട്. ആ സമയത്ത് മേഘ തിരിഞ്ഞ് ചന്ദ്രികയാണ് നോക്കുന്നത്. ചന്ദ്രിക ഇതൊന്നും ശ്രദ്ധിക്കാതെ അവിടെ നിലം തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മേഘ അയാൾ നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ടായിരുന്നു. മഹേന്ദ്രൻ പറയുന്നുണ്ട്, ഓഫീസിൽ ഇത്രയും ജോലി വെച്ചിട്ട് ഒരു ജോലിയും നിനക്കില്ലാത്തതുപോലെ നീ ഫ്രീ ആയിട്ടിരുന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാ നിനക്ക് മാത്രം ഇതിനൊക്കെ കഴിയുന്നത്? അപ്പോൾ മേഘ അച്ഛൻ്റെ ശകാരം കേട്ട് തലതാഴ്ത്തി നിൽക്കുകയാണ്. മഹേന്ദ്രനാണെങ്കിൽ പൊട്ടിത്തെറിക്കുന്ന രീതിയിലാണ് മേഘയോട് സംസാരിക്കുന്നത്. ആ സമയത്ത് മഹേന്ദ്രൻ ചന്ദ്രികയെ നോക്കുകയാണ്. ഇതൊന്നും ശ്രദ്ധിക്കാതെ തൻ്റെ ജോലിയിൽ തന്നെയാണ് ചന്ദ്രിക അപ്പോഴും ഉണ്ടായിരുന്നത്. അച്ഛൻ നോക്കുന്നത് കണ്ടപ്പോൾ മേഘയും അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട് ചന്ദ്രികയെ. അപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ നിന്നെ കമ്പയർ ചെയ്ത് സംസാരിക്കുമല്ല, എന്നാലും പറയുക, ചന്ദ്രിക നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്, ഇവിടെ വീട്ടിലെ ജോലിയും ചെയ്യുന്നു, അവൾ കോളേജിലും പഠിക്കുന്നുണ്ട്, അവളുടെ കുഞ്ഞ് മലറിനെയും നോക്കുന്നു. ഇങ്ങനെ ഒരു നിമിഷം പോലും പാഴാക്കാതെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതൊക്കെ കേട്ടപ്പോൾ മേഘയ്ക്ക് വല്ലാതെ ഷൈ ആയിട്ട് തോന്നുകയാണ്, അപമാനിക്കപ്പെട്ടതുപോലെ. കാരണം ചന്ദ്രികയെ വെച്ചിട്ടാണ് അച്ഛൻ തന്നെ കമ്പയർ ചെയ്യുന്നത്. മേഘ വല്ലാതെ അപമാനിതയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, ഒരു മിനിറ്റ് പോലും അവളെ ഫ്രീ ആക്കി വെക്കുന്നില്ല, എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. എന്ന് വെച്ച് നീ അവളെപ്പോലെ ആവണമെന്നില്ല, എന്നാലും വേണമെങ്കിൽ അങ്ങനെ ആവാലോ അല്ലേ? അത്രയും ഷൗട്ട് ചെയ്തിട്ടാണ് മഹേന്ദ്രൻ മേഘയോട് സംസാരിക്കുന്നത്. മേഘ വല്ലാത്തൊരു അപമാന ഭാരത്തോടെയാണ് നിൽക്കുന്നത്. അപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ചന്ദ്രിക അതൊന്നും അറിയുന്ന പോലും ഉണ്ടായിരുന്നില്ല, അവളുടെ ജോലിയിലാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് മഹേന്ദ്രൻ മേഘയോട് പറയുന്നുണ്ട്, അച്ഛനമ്മമാരെ കണ്ട് വളരുന്ന മക്കളാ ഫ്യൂച്ചറിൽ നന്നായിട്ട് വരുന്നത്. ചന്ദ്രികയെ കണ്ട് വളരുന്ന മലർ നന്നായി വരുമോ, അതോ നിന്നെ കണ്ട് വളരുന്ന പ്രിയ ഫ്യൂച്ചറിൽ നന്നായിട്ട് വരുമോ? നീ തന്നെ പറയ്. അതൊക്കെ കേൾക്കും തോറും മേഘയ്ക്ക് വല്ലാത്ത അപമാനമായിട്ടാണ് തോന്നുന്നത്. മേഘ നോക്കുമ്പോൾ വെറും ഒരു ജോലിക്കാരിയായ ചന്ദ്രികയെ വെച്ചിട്ടാണ് അച്ഛൻ തന്നെ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, നോക്ക്, ദയവ് ചെയ്ത് പ്രിയയെ നിന്നെ പോലെ ആക്കരുത്, ചെല്ല് പോയി എന്തെങ്കിലും ജോലി ചെയ്. അയാൾ ഹാർഷായിട്ടാണ് മേഘയോട് പറയുന്നത്. നിന്നോടാ പറയുന്നത്, ചെല്ല്. അയാൾ ചൂടായിട്ടാണ് സംസാരിക്കുന്നത്. അവസാനം മേഘ ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ ഇത്? ചന്ദ്രികയും ഞാനും ഒന്നാണോ? എന്നെ അവളുമായിട്ട് കമ്പയർ ചെയ്ത് സംസാരിക്കുന്നത്? ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും ഇഷ്ടം. എൻ്റെ ആംബിഷൻ, എൻ്റെ ഡ്രീം അതെല്ലാം വേറെയാ. അവളുടെ ആംബിഷനും ഡ്രീമും ഒക്കെ മറ്റൊന്നാ. എന്നെ പോലെ അവൾക്ക് ജീവിക്കാനും പറ്റില്ല, അവളെപ്പോലെ എനിക്ക് മാറാനും പറ്റില്ല. അതുകൂടെ കേട്ട സമയത്ത് മഹേന്ദ്രൻ വീണ്ടും അവളെ പരിഹസിക്കുകയാണ്. എല്ലാ ആക്ഷനും ഓപ്പോസിറ്റ് റിയാക്ഷനും ഉണ്ടാവും. അതുപോലെ ഞാൻ പറയുന്നതിനെല്ലാം നിനക്ക് ഉത്തരം പറയാനും കഴിയും. പക്ഷേ നിന്റെ ഉത്തരം ശരിയാണോ എന്ന് നോക്കിയാൽ തീർത്തും ശരിയല്ല. നിന്നെപ്പോലെ ഒരുപാട് പേരുണ്ട്, സകല മണ്ടത്തരങ്ങളും ചെയ്തിട്ട് ആംബിഷൻ മറ്റേത് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വയം തന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. അതൊക്കെ കേട്ടപ്പോൾ മേഘയ്ക്ക് വല്ലാത്ത നാണക്കേട് തോന്നുകയാണ്. അച്ഛൻ തന്നെയാണോ തന്നെ വഴക്ക് പറയുന്നതെന്നുള്ള ആ ഒരു വിശ്വാസം ഇല്ലാത്ത രീതിയിലാണ് മേഘ മഹേന്ദ്രനെ നോക്കി നിൽക്കുന്നത്. അപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, ചെയ്യുന്ന ജോലിയില്ലേ, അത് എത്ര ചെറിയ ജോലിയാണെങ്കിലും അതിൻ്റെ മഹത്വം മനസ്സിലാക്കി അതിൽ പെർഫെക്ഷൻ കണ്ടെത്തണമെന്ന് കരുതുന്നില്ലേ, അവരാണ് വിജയിക്കുക. ആ സമയത്ത് മേഘ ചന്ദ്രികയെ നോക്കുകയാണ്. ചന്ദ്രികയാണെങ്കിൽ അവിടെ നിലം തുടച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നുണ്ട്. അവളിതൊന്നും അറിയുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, വീഡിയോ ഗെയിമൊക്കെ നിർത്തിയിട്ട് പോയിട്ട് എന്തെങ്കിലും ജോലി ചെയ്യേ, പോ, നിന്നോടാ പറഞ്ഞത്, പോ. അയാൾ ചൂടായിക്കൊണ്ടാണ് മേഘയോട് സംസാരിക്കുന്നത്. ആ സമയത്ത് മേഘ നല്ല സങ്കടത്തോടെയാണ് സംസാരിക്കുന്നത്. എന്നെ അച്ഛൻ ഒരുപാട് ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. അത് കേട്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ലക്ഷ്മി വരുന്നത്. ആ സമയത്ത് ദേഷ്യത്തോടെ തന്നെ മഹേന്ദ്രൻ പറയുന്നുണ്ട്, നിന്നെ മറ്റാരും ഇൻസൾട്ട് ചെയ്യാതിരിക്കാനാണ് ഞാനീ സംസാരിക്കുന്നത്. ഞാൻ നിന്നെ ശിക്ഷിച്ചില്ല, പക്ഷേ മറ്റാരും നിന്നെ ശിക്ഷിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. ചന്ദ്രികയെ കമ്പയർ ചെയ്തുകൊണ്ടാണ് മേഘയോട് മഹേന്ദ്രൻ സംസാരിക്കുന്നത് എന്നുള്ളത് ലക്ഷ്മിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പോൾ മേഘ പറയുന്നുണ്ട്, അച്ഛൻ എന്ത് മനസ്സിൽ വെച്ചാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ചന്ദ്രികയും ഞാനും ഒന്നാണോ അച്ഛാ? മേഘയുടെ ചോദ്യം കേട്ടതും ശരിക്കും ലക്ഷ്മി ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. കാരണം ചന്ദ്രികയെ വെച്ച് തന്നെയാണ് അദ്ദേഹം മേഘയെ കമ്പയർ ചെയ്തത് എന്നുള്ളത് ലക്ഷ്മിക്ക് ഒന്നുകൂടെ ബോധ്യമാവുകയാണ്. അവരാകെ ഷോക്കാവുന്നുണ്ട്. കാരണം മഹേന്ദ്രൻ നാവിൽ നിന്ന് തന്നെ ചന്ദ്രിക മകളാണെന്നുള്ള കാര്യം മേഘ അറിയുമോ എന്നുള്ളൊരു പേടി അവർക്കുണ്ടായിരുന്നു. മേഘയാണെങ്കിൽ ചന്ദ്രികയെ നോക്കിയിട്ട് അവൾക്ക് വല്ലാത്ത അപമാനം തോന്നുകയാണ്. വെറും ഒരു ജോലിക്കാരിയെ വെച്ചിട്ടാണോ അച്ഛൻ തന്നെ കമ്പയർ ചെയ്യുന്നത് എന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ മഹേന്ദ്രനും ചന്ദ്രികയെ നോക്കുന്നുണ്ട്. അതിനുശേഷം മേഘയോട് അയാൾ പറയാണ്, സത്യമായിട്ടും അല്ല. അപ്പോഴേക്കും അവർക്കടുത്തേക്ക് ലക്ഷ്മിയും പോകുന്നുണ്ട്. ചന്ദ്രിക എവിടെയോ ആണ്, നിനക്ക് അവളുടെ അടുത്തെത്താൻ പോലും കഴിയില്ല. അപ്പോഴേക്കും ലക്ഷ്മി കുറച്ചൊരു ദേഷ്യത്തോടെയാണ് മഹേന്ദ്രനോട് സംസാരിക്കുന്നത്. എന്താ ഏട്ടാ ഇത്? ഞാനും കുറേ നേരമായിട്ട് കേൾക്കുക. മേഘയെ എന്തൊക്കെയോ പറഞ്ഞ് വഴക്ക് പറയുന്നു. ഏട്ടൻ എന്താ പറ്റിയത്? മേഘ അത് കേട്ട് അമ്മയെ നോക്കുന്നുണ്ട്.
ലക്ഷ്മി അയാളോട് പറയാണ്, ഏട്ടൻ ഇതുവരെ BP ഗുളിക കഴിച്ചിട്ടില്ലെന്നാ തോന്നുന്നത്, പോയി കഴിക്ക്. അതൊന്നുമല്ല ലക്ഷ്മി. അയാൾ പറഞ്ഞപ്പോഴും ലക്ഷ്മി വീണ്ടും പറയുന്നുണ്ട്, ഏട്ടൻ ചെന്ന് മരുന്ന് കഴിക്കൂ, ഞാൻ BP ഗുളിക കഴിച്ചു ലക്ഷ്മി. അപ്പോൾ മേഘ പറയുന്നുണ്ട്, അച്ഛൻ എന്നെ മനഃപൂർവ്വം വേദനിപ്പിക്കണമെന്ന് കരുതിയിട്ടാണ് അമ്മയെ സംസാരിക്കുന്നത്. സാരമില്ല, പറഞ്ഞോട്ടെ. അറിഞ്ഞോ അറിയാതെയോ ബിസിനസ്സിൽ ഞാൻ കാരണം കുറച്ച് നഷ്ടം സംഭവിച്ചു. അതൊക്കെ മനസ്സിൽ വെച്ചിട്ടാ അച്ഛൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഞാൻ എന്തെങ്കിലും ഒരിക്കൽ ഇതേ ബിസിനസ്സിൽ നമ്പർ 1 ആയിട്ട് മാറും. അന്ന് ഞാൻ അച്ഛനോട് മറുപടി പറഞ്ഞോളാം. മേഘ ഒരു വെല്ലുവിളി പോലെയാണ് അവിടുന്ന് പോകുന്നത്. ആ സമയത്ത് ലക്ഷ്മി മഹേന്ദ്രനോട് പറയുന്നുണ്ട്, എന്താ ഏട്ടാ ഇത്, വായി തോന്നുന്നതൊക്കെ സംസാരിക്കുന്നു. മേഘയും നമ്മുടെ മോളാ. ഏട്ടൻ ചന്ദ്രികയുമായി കമ്പയർ ചെയ്തിട്ട് അങ്ങനെ സംസാരിക്കരുത്. അപ്പോൾ മഹേന്ദ്രൻ അവരോടും പൊട്ടിത്തെറിക്കുകയാണ്. അങ്ങനെ പറഞ്ഞാലെങ്കിലും അവൾക്കൊരു മാറ്റം ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത്. എന്നിട്ടും ബുദ്ധി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അപ്പം ലക്ഷ്മി സമാധാനത്തോടെ പറയുന്നുണ്ട്, ഏട്ടാ എല്ലാവരും ഒരുപോലെയാണോ? ചന്ദ്രികയെപ്പോലെ മേഘയും അങ്ങനെ ആവണമെന്ന് ഏട്ടൻ ആഗ്രഹിക്കുന്നത് തെറ്റാ. മേഘയായി തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ലക്ഷ്മി അവിടുന്ന് പോവാണ്. ആ സമയത്ത് മഹേന്ദ്രൻ തിരിഞ്ഞ് ചന്ദ്രികയെ നോക്കുന്നുണ്ട്. ഇതൊന്നും അറിയാതെ അവിടുത്തെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രിക. അയാൾക്ക് തൻ്റെ മകളോട് വല്ലാത്തൊരു സങ്കടവും സഹതാപവും ഒക്കെ തോന്നുകയാണ്. പിറ്റേന്ന് ഓഫീസിലെത്തിയ സമയത്ത് മനീഷ് വന്നിട്ട് ചന്ദ്രികയോട് സംസാരിക്കുകയാണ്. ഗുഡ് മോർണിംഗ് ചന്ദ്രിക. ഗുഡ് മോർണിംഗ് സർ. ഞാൻ രാവിലെ ഓഫീസിൽ വരുന്ന സമയത്ത് ചന്ദ്രികയെ കണ്ടായിരുന്നു. വളരെ സ്പീഡായിട്ടാണല്ലോ വണ്ടി ഓടിക്കുന്നത്. അത് കേട്ട് ചന്ദ്രിക പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, ഓഫീസിലെത്താൻ കുറച്ച് താമസിച്ചതുകൊണ്ട് കുറച്ച് സ്പീഡിലാണ് വന്നത് സർ. 10 മിനിറ്റ് ഓഫീസിൽ ലേറ്റായിട്ട് വന്നാലും സിദ്ധാർത്ഥ് സാർ ഒന്നും പറയാൻ പോകുന്നില്ല. എന്നെക്കാളും നന്നായിട്ട് ചന്ദ്രയ്ക്ക് സിദ്ധാർത്ഥ് സാറിനെ അറിയാമല്ലോ. പിന്നെ എന്തിനാ ഇത്രയും ടെൻഷൻ? വേറെ ആര് ലേറ്റായിട്ട് വന്നാലും മേഘ മാഡവും സിദ്ധാർത്ഥ് സാറും വേണമെങ്കിൽ ദേഷ്യപ്പെടാം. പക്ഷേ ചന്ദ്രികയോട് അവരെന്തായാലും ദേഷ്യപ്പെടില്ല. അത് കേട്ട് ചന്ദ്രിക പറയുന്നുണ്ട്, നമ്മളിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം നമ്മൾ കാത്തു സൂക്ഷിക്കണ്ടേ സർ? എൻ്റെ ജോലിയിൽ ഞാൻ കൃത്യമായിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ചന്ദ്രിക പറയുന്നതും കറക്റ്റ് തന്നെയാ. അത് കഴിഞ്ഞ് ചന്ദ്രിക പുഞ്ചിരിച്ചപ്പോൾ മനീഷ് ചോദിക്കുന്നുണ്ട്, അതെ, ഇന്നലെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തന്നില്ല. ആ സമയത്ത് മേഘ മേഡം കയറി വരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ പിന്നീടൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. അപ്പോൾ ചന്ദ്രിക മനീഷ് എന്താ ചോദിച്ചതെന്ന് ഇങ്ങനെ ആലോചിച്ചെടുക്കുകയായിരുന്നു. ഇന്നലെ എന്തായിരുന്നു ചോദിച്ചത്? മേഘ മേഡത്തിൻ്റെ ഹസ്ബൻഡ് എവിടെ വർക്ക് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ പേരെന്താ? കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം ചന്ദ്രിക പറയുന്നുണ്ട്, മേഘ മേഡത്തിൻ്റെ ഹസ്ബൻഡിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല സർ. കണ്ടിട്ടില്ലെന്നോ? എന്താ ഈ പറയുന്നേ? മനീഷിന് അതിശയാവുകയാണ്. മേഘയുടെ ഭർത്താവ് മരിച്ചുപോയി. ചന്ദ്രിക പറഞ്ഞത് കേട്ടതും മനീഷ് വല്ലാതെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മേഘയോടുള്ള സിമ്പതിയോടെയാണ് ചന്ദ്രിക സംസാരിക്കുന്നത്. ചെറുപ്പത്തിലെ ഭർത്താവില്ലാതെ ഒരു പെൺകുഞ്ഞിനെ കഷ്ടപ്പെട്ട് വളർത്തുക മേഘ മേഡം. ചന്ദ്രിക പറഞ്ഞത് മനീഷിന് വിശ്വസിക്കാനാവുന്നുണ്ടായിരുന്നില്ല. അവൻ ചിന്തിക്കുന്നുണ്ട്, എന്താ ഇത്, മേഘയുടെ ഭർത്താവ് മരിച്ചു പോയെന്നാണല്ലോ ചന്ദ്രിക പറയുന്നത്. എന്നാ ഹസ്ബൻഡുമായിട്ട് പിരിഞ്ഞിരിക്കുകയാണെന്നാണല്ലോ മേഘ എന്നോട് പറഞ്ഞത്. ചന്ദ്രികയുടെ മുഖത്ത് വല്ലാത്ത സഹതാപം ഉണ്ടായിരുന്നു. ആ സമയത്ത് മനീഷ് വീണ്ടും ചോദിക്കുകയാണ്, മേഘ മേഡത്തിൻ്റെ ഹസ്ബൻഡ് എവിടെയാണ് മരിച്ചത്? അദ്ദേഹം ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ മനീഷ് വീണ്ടും ഷോക്കായിട്ട് ചോദിക്കുകയാണ്, ആക്സിഡൻറ്റിലോ? മേഘ മേഡം 4ൽ പഠിച്ച സമയത്ത് ആരെയോ സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കേൾക്കും തോറും മനീഷ് ഇങ്ങനെ ഷോക്കായിട്ടാണ് നിൽക്കുന്നത്. കാരണം തന്നെക്കുറിച്ചാണ് ചന്ദ്രിക പറയുന്നതെന്ന് അവന് തോന്നുന്നുണ്ടായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു ആക്സിഡൻറ്റിൽ അദ്ദേഹം മരിച്ചു. മനീഷിനെ കുറിച്ച് തന്നെയാണ് മനീഷിനോട് പറയുന്നത് എന്നറിയാതെയാണ് ചന്ദ്രിക സംസാരിക്കുന്നത്. ഓ അങ്ങനെയാണോ? ചന്ദ്രികയ്ക്ക് മേഘയോട് വല്ലാതെ സഹതാപം തോന്നുകയാണ്. ആ സമയത്താണ് മേഘ അവളുടെ ക്യാബിനിലേക്ക് പോകുന്നത് മനീഷ് കാണുന്നത്. അപ്പോൾ അവൻ ചിന്തിക്കുന്നുണ്ട്, മേഘ എന്തോ ഒരു കാര്യം എന്നിൽ നിന്നും മറയ്ക്കുന്നു. അവൾ എന്തിനാണ് എന്നിൽ നിന്നും മറക്കുന്നത്? ഇപ്പം തന്നെ പോയിട്ട് അവളോട് ചോദിക്കാം. ഓക്കെ ചന്ദ്രിക, വർക്ക് കണ്ടിന്യൂ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് മനീഷ് അവിടുന്ന് പോവുകയാണ്. അവൻ നേരെ പോയത് മേഘയുടെ ക്യാബിനിലേക്കാണ്. മേഘയാണെങ്കിൽ മനീഷ് വന്നത് ആദ്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവനെ കണ്ടപ്പോൾ അവളൊന്ന് ഷോക്കാവുകയാണ്. എന്നിട്ട് ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഞാൻ നിന്നോട് പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് ഞാൻ വിളിക്കാതെ എൻ്റെ ക്യാബിനിലേക്ക് വരരുതെന്ന്. എന്തിനാ ഇങ്ങനെ വെറുതെ എൻ്റെ ക്യാബിനിലേക്ക് വരുന്നത്? ആരെങ്കിലും കണ്ട എന്താ വിചാരിക്കുക? അപ്പം മനീഷും ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. ആരെന്തു വിചാരിച്ചാലും എനിക്കതിലൊന്നും തന്നെ ഇല്ല. മനീഷിൻ്റെ ശബ്ദത്തിലെ മാറ്റം മേഘയെ വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മനീഷ് അവൻ്റെ കഴുത്തിൽ കിടന്ന ആ ഒരു ചെയിൻ എടുത്തിട്ട് മേഘയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് ഓർമ്മയുണ്ടോ മേഘ ഈ മാലയെ? നമ്മൾ സ്നേഹിക്കുന്ന സമയത്ത് നീ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നത്. അത് കേട്ടത് മേഘ വല്ലാതെ പരിഭ്രമിച്ച് നിൽക്കുകയാണ്. ഇത് ഇന്ന് വരെയും ഞാൻ എൻ്റെ കഴുത്തിൽ നിന്ന് ഊരി മാറ്റിയിട്ടില്ല. ഇതിനുള്ളിലെ ഈ ലോക്കറ്റിൽ നമ്മുടെ രണ്ടുപേരുടെയും ഫോട്ടോയും ഉണ്ട്. അത് കേട്ടത് മേഘ ഒന്നുകൂടെ ഞെട്ടി നിൽക്കുകയാണ്. മനീഷ് അത് തുറന്നു കാണിച്ചതും മേഘ വല്ലാതെ ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, ഇപ്പം തന്നെ അത് ഊരി മാറ്റി എവിടെയും കൊണ്ടുപോയി കളയേ. ഞാനുമായി ബന്ധമുള്ള ഒരു സാധനവും നിൻ്റെ കയ്യിലുണ്ടാവരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. മര്യാദക്ക് ആ ചെയിനിങ് ഊരിത്താ. അപ്പോൾ മനീഷ് പറയുന്നുണ്ട്, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. അത് കേട്ടതും മേഘ വല്ലാതെ പേടിക്കുകയാണ്. മേഘ, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നീ കറക്റ്റായിട്ട് ഉത്തരം തരണം. നിൻ്റെ ഹസ്ബൻഡ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ പേരെന്താണ്?
ആദ്യം ഒന്ന് പരിഭ്രമിച്ചെങ്കിലും പിന്നെ മേഘ കുറച്ച് ധൈര്യം സംഭരിച്ച് പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരറിഞ്ഞിട്ട് നീ എന്ത് ചെയ്യാനാ? അതൊന്നും എനിക്ക് നിന്നോട് പറയേണ്ട കാര്യമില്ല. ദയവ് ചെയ്ത് നീ ഇവിടുന്ന് പോവാൻ നോക്ക്. അപ്പം മനീഷ് പറയാണ്, അപ്പോൾ നീ നിൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് പറയില്ല അല്ലേ? പറയാൻ പറ്റില്ല. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, നിൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ജീവനോടെ ഉണ്ടോ? അത് കേട്ടതും മേഘ ഷോക്കാവുകയാണ്. അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? അവൾ പരിഭ്രമത്തോട് ചോദിച്ചപ്പോൾ മനീഷ് പറയുന്നുണ്ട്, നിൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ജീവനോടെ ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കുമ്പോൾ തന്നെ നീ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞേനെ. നീ പറയാത്തത് കൊണ്ട് തന്നെ ഒരുപക്ഷെ നിൻ്റെ ഹസ്ബൻഡ് മരിച്ചുപോയി കാണുമെന്ന് വിചാരിച്ചാ ചോദിച്ചത്. മേഘ വല്ലാതെ പരിഭ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പം മനീഷ് പറയുന്നുണ്ട്, എന്നോട് നീ നിൻ്റെ ഹസ്ബൻഡ് ജീവനോടെ ഉണ്ടെന്നാ പറഞ്ഞേ. ബാക്കിയുള്ളവരോട് നീ നിൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോയെന്നാ പറഞ്ഞേ. ഇത് രണ്ടിലും ഏതാ സത്യം? നിൻ്റെ ഹസ്ബൻഡ് ജീവനോടെ ഉണ്ടെന്നാണോ സത്യം, അതല്ല അദ്ദേഹം മരിച്ചു പോയെന്നാണോ സത്യം? മേഘ വല്ലാതെ പേടിച്ചിട്ടുണ്ടായിരുന്നു. അവൾ പരിഭ്രമത്തോടെ ചാടി എഴുന്നേൽക്കുകയാണ്. മേഘയുടെ ആ പരിഭ്രമം കണ്ടപ്പോൾ തന്നെ മനീഷിന് ഏറെക്കുറെ കാര്യം മനസ്സിലാവുന്നുണ്ട്. അപ്പോഴും മേഘ പറയുന്നുണ്ട്, ദേ നോക്ക്, ഓഫീസിൽ വരണം, ജോലി ചെയ്യണം, ശമ്പളം വാങ്ങണം, പോവണം. അല്ലാതെ എൻ്റെ പേഴ്സണൽ കാര്യത്തിലൊക്കെ ഇടപെട്ടാ നിന്നെ ഇവിടെ ജോലി ചെയ്യാൻ ഞാൻ വിടില്ല. നിന്നെ ഞാൻ ഇവിടുന്ന് പിരിച്ചുവിടും. നീ പുറത്തു പോ. അപ്പം മനീഷ് പറയുന്നുണ്ട്, നിൻ്റെ ഈ വെപ്രാളം കണ്ടാൽ തന്നെ മനസ്സിലാവും നീ എന്നിൽ നിന്നും എന്തൊക്കെയോ മറക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന്. സത്യത്തിൽ നിൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ തന്നെയാണോ നീ ഉള്ളത്? അതല്ല നീ എന്നോട് പറഞ്ഞതൊക്കെ പച്ചക്കള്ളാണോ? മേഘ ശരിക്കും പെട്ട അവസ്ഥയിലായിട്ടുണ്ടായിരുന്നു. മനീഷാണെങ്കിൽ അത് ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. അവളുടെ ആ ഒരു പരിഭ്രമം നോക്കി നിൽക്കുകയാണ് മനീഷ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.